എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറിനാനായിട്ട്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. കണ്ട് ഇരിക്കുന്ന കൂടെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ വേണ്ട ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്, അതൊന്ന് പകുതി മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പടവലങ്ങ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം, അല്ലെങ്കിൽ അരിഞ്ഞിട്ട് കഴുകിയാൽ മതി, അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുക്കുവാണ്. അപ്പം അരിഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് രീതിയിൽ വേണേലും അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിത് ഒരു ചതുര കഷ്ണം പോലെയാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതേ രീതിയിൽ ഞാൻ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുക്കണം. അതിന് ശേഷം നമ്മുടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നമ്മൾ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ റെഡിയാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ പടവലങ്ങ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് അടുപ്പ് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 കൈപ്പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. അപ്പം തേങ്ങയ്ക്കകത്തോട്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ജീരകമാണ്. ജീരകം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പച്ചമുളക് ഇതിലേക്ക് എടുക്കണം. ബാക്കി പച്ചമുളക് നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് നമ്മുടെ കഷ്ണത്തിനകത്ത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുക്കുന്നുണ്ട്. ഒരു കഷ്ണം വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അത് അരച്ച് വെച്ചതിന് ശേഷം നമ്മുടെ പടവലങ്ങ നോക്കിയപ്പോൾ ഇതേ രീതിയിലായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 10 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 5-6 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുവാണ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് ചെറുതീയിലൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, എണ്ണയ്ക്കകത്ത് തന്നെയാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ പടവലങ്ങായും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. പുളിക്കനുസരിച്ച് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളി കൂടുതൽ വേണമെങ്കിൽ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പുളി കുറവ് മതിയെങ്കിൽ ഇത് മതി. ഞാനൊരു 2 തക്കാളിയെ ചേർത്തിട്ടുള്ളൂ. പഴുത്ത തക്കാളി തന്നെ എടുക്കണം കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് അതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ മൂടി വെച്ചൊന്ന് ചെറുതീയിൽ തന്നെ വേവിച്ചെടുത്താൽ മതി ഇത് കേട്ടോ. ഒത്തിരി തീ കൂട്ടി വെച്ച് ചെയ്യരുത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും ഞാൻ തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഞാൻ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ വേണം വെന്ത് വരാനായിട്ട്. അപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പല്ലേ നേരത്തെ ചേർത്ത് കൊടുത്തുള്ളൂ. ഇപ്പം തക്കാളിയൊക്കെ കൂടെ പുളിയൊക്കെ ആയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാ
കാര്യങ്ങളും ചെയ്യുമ്പോൾ കുറച്ച് തീ കുറച്ച് വെച്ച് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറികൾക്കൊക്കെ കേട്ടോ. തീ കൂട്ടി വെച്ച് ആളി കത്തി വരുമ്പോഴത്തേന് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തേണ്ട നമ്മുടെ അരപ്പ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാറ് എത്രയാണോ ആവശ്യം അത്രയും വെള്ളം ചേർത്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഏറെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇച്ചിരി ചാറ് എപ്പോഴും എല്ലാ കറിക്കും മുന്നോട്ട് വേണം കേട്ടോ. എന്നാലും ഇത് ഇരിക്കുമ്പം കുറച്ച് നന്നായിട്ട് കുറുകി വരുവേ. ഇരുന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കുറുകി വരും. അപ്പോൾ തേണ്ട ഇത്രയും വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ പിന്നെയും ഉപ്പ് കുറവാണ്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കറക്റ്റായിട്ട് നമുക്ക് കുറേശ്ശെ ഞാൻ പേടിച്ചാണ് ഇരുന്നത്. ചിലപ്പോൾ ഞാൻ ഉപ്പിടുമ്പം കൂടിപ്പോകും. അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ കറി ചൂടായി വന്നിട്ടുണ്ട്. ഇനി കടുക് വറക്കാം. അതിനായിട്ട് തേണ്ട ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടി വന്നപ്പോൾ നമ്മൾ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2-3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളകും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. നല്ല പച്ചക്കറിവേപ്പിലയിട്ട് കറിവേപ്പില നല്ലതായിട്ട് ചേർത്ത് കൊടുത്താൽ എല്ലാ കറിക്കും നല്ല ടേസ്റ്റാണ്. അപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനൊരു 1/4 ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം എന്തായിട്ട് നമ്മുടെ കറിയിലേക്ക് ഞാൻ കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ പടവലങ്ങായും അതുപോലെ തക്കാളിയും കൊണ്ടുള്ള ഇങ്ങനത്തെ ഒരു കറിയെ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ തേണ്ട നമ്മുടെ കറി കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതേ രീതിയിലായിരിക്കും കറി. ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറിനാനായിട്ട്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. ഇതുപോലുള്ള ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.